ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സായില ലേണിംഗ്. ഇറ്റ്സ് മീ അനസബ്ദുൽ നിസാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. ഓക്കേടാ, നിങ്ങളെല്ലാവരും ഓണപ്പരീക്ഷ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടല്ലേ? നമുക്ക് ഇനി പഠിക്കാനുള്ള എന്താണ്, നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ്. നമുക്ക് ഈ ഓണപ്പരീക്ഷയ്ക്കാണെങ്കിൽ നിങ്ങൾ ആ 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ എങ്ങനെ റൈറ്റ് ചെയ്യണം, ഓക്കെ, പലർക്കും അറിയത്തില്ല. കാരണം നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എസ് എൽ സി കഴിഞ്ഞിട്ട് പ്ലസ് വണ്ണിലോട്ട് വരികയാണ്. വന്നു കഴിയുമ്പോൾ നേരിട്ട് ആദ്യം ഒരു എക്സാം ആയിരിക്കും അല്ലേ? ആദ്യത്തെ ഒരു ഫീൽ തന്നെ ആയിരിക്കും. ഒരു പബ്ലിക് എക്സാമിൽ അതേ പാറ്റേൺ തന്നെയാണ് ഈ ഒരു എക്സാം ഫോളോ ചെയ്ത്. സോ എന്ത് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഇട്ടിരുന്നതെന്ന് പറഞ്ഞാൽ. സോ എന്താണ് അതിന്റെ നമുക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെയാണ് റൈറ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. എല്ലാവരും റെഡി അല്ലടാ? ഓക്കെ, അപ്പൊ എല്ലാവരും കേട്ടോ, എല്ലാവരും ഇതിന്റെ ഈ വീഡിയോ കാണണം. കാരണം ഇതിനകത്ത് എങ്ങനെയൊക്കെ ഒരു ആൻസർ റൈറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ഒരു 5 മാർക്കിന് ഫസ്റ്റ് 1 തൊട്ട് 6 വരെയുള്ള ക്വസ്റ്റ്യൻസിനകത്താണെങ്കിൽ ഏതെങ്കിലും 5 എണ്ണം റൈറ്റ് ചെയ്താൽ മതി. അതിൽ ഓരോ ക്വസ്റ്റ്യൻ എന്താണ് ഓരോ മാർക്ക് കേട്ടോ. ഈ ഒരു പാറ്റേൺ തന്നെയാണ് ഫൈനൽ എക്സാം ഫോളോ ചെയ്യുന്നത്. ഇവിടെ നോക്കാം. ഫസ്റ്റ്, നെയിം ദി ആൻഷ്യൻ നമ്പർ സിസ്റ്റം വിത്ത് ലാർജസ്റ്റ് ബേസ്. ഏതാണ് ലാർജസ്റ്റ് ബേസ് ഉള്ള നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്സാഗസിമൽ നമ്പർ സിസ്റ്റം അല്ലേ? സെക്സാഗസിമല് അല്ലെങ്കിൽ ബാബിലോണി എന്നാണ് ബാബിലോണി നമ്പർ സിസ്റ്റം. ഇതേതെങ്കിലും ഒരു പേര് റൈറ്റ് ചെയ്താൽ മതി, 1 മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇതേതെങ്കിലും 1 മാർക്ക് കൊടുത്തോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം. ഈച്ച് ഡിജിറ്റ് ഓഫ് എ ബൈനറി നമ്പർ ഈസ് കോൾഡ് എന്താണ്? ബിറ്റ്. ഓക്കെ, ബിറ്റ്. ഈച്ച് ഡിജിറ്റ് അഥവാ ബൈനറി ഡിജിറ്റിന്റെ അഥവാ ബിറ്റിന്റെ ഫുൾ ഫോം എന്താണ്? ബൈനറി ഡിജിറ്റ്. അപ്പോൾ ഈച്ച് ഡിജിറ്റിന്റെ ബൈനറി നമ്പർ ഇസ് കോൾഡ് എന്നാണ് ബിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ദ നമ്പർ ഓഫ് സിമ്പിൾ യൂസ്ഡ് ഇൻ നമ്പർ സിസ്റ്റം ഇസ് കോൾഡ് ബേസ് എന്നാണ്. ബേസ് ഓർ റാഡിക്സ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, വാട്ട് ഇസ് ദ യൂസ് ഓഫ് റോംബസ് സിമ്പിൾ ഇൻ ഫ്ലോ ചാർട്ട്? എന്താണ്? ഡിസിഷൻ. ഓക്കെ, ഡിസിഷൻ അല്ലേ സിമ്പിൾ? ഓക്കെ, ഡിസിഷൻ നമ്മളെല്ലാം പഠിപ്പിച്ചാണ് ഡിസിഷൻ അല്ലേ? നെക്സ്റ്റ്, ദ പ്രോഗ്രാം റിട്ടേണിംഗ് ഹൈ ലെവൽ ലാംഗ്വേജസ് നോൺ ആസ് എന്താണ്? സോഴ്സ് കോഡ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞത് അത് തന്നെ ചോദിച്ചു കേട്ടോ. സോഴ്സ് കോഡ്. നെക്സ്റ്റ്, പ്രോസസ് ഓഫ് ഡിറ്റക്ടിങ് ആൻഡ് കറക്റ്റിംഗ് ആൻ എറർ ഈസ് കോൾഡ് എന്താണ്? ഡീബഗിങ്. എററിനെ കണ്ടെത്തി തിരുത്തുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? ഡീബഗിങ് അല്ലേ? ഓക്കെ, സെറ്റ് അല്ലേ? നെക്സ്റ്റ് എടുത്ത് നോക്കാം. അപ്പോൾ 1 മാർക്കിന്റെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത 2 മാർക്കിന്റെ വെക്കാം. ഫസ്റ്റ് അവിടെ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. 1G 2G 3G കമ്പ്യൂട്ടേഴ്സിന്റെ ആണ്. നമുക്ക് എന്താണ് ഇത് മനസ്സിലാക്കാനുള്ള ഏറ്റവും ഷോർട്ട് കട്ട് മാർക്കാണ് വാറ്റി-എം-ഐ. ഓക്കെ, എന്ന് പറഞ്ഞാൽ വാക്വം ട്യൂബ്, ട്രാൻസിസ്റ്റർ, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്, മൈക്രോ പ്രൊസസർ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, മൈക്രോ പ്രൊസസർ. ഓക്കെ, ഇവിടെ നോക്കാം. ഇവിടെയാണെങ്കിൽ വാക്വം ട്യൂബ് നോക്കാം. വാക്വം ട്യൂബ് എന്താണ്? ഫസ്റ്റ് ജനറേഷൻ. ട്രാൻസിസ്റ്റർ എന്താണ്? സെക്കൻഡ് ജനറേഷൻ. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്താണ്? തേർഡ് ജനറേഷൻ. ഓക്കെ, അപ്പോൾ 1G എന്താണ്? 1G എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ എന്താണ്? വാക്വം ട്യൂബ്. അപ്പോൾ എന്താണ്? എ എന്തുമായിരിക്കും? 2 ഫോളോ ചെയ്യും. ബി എന്താണ്? അഥവാ സെക്കൻഡ് ജനറേഷൻ എന്താണ്? ട്രാൻസിസ്റ്റർ അല്ലേ? ട്രാൻസിസ്റ്റർ ആകുമ്പോൾ എന്തുമായിരിക്കും? 3 അല്ലയോ? ഓക്കെ, സി എന്താണ്? തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്താണ്? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് അഥവാ IC അല്ലയോ? അപ്പോൾ 4 വരും. നെക്സ്റ്റ് ലാസ്റ്റ് ഡി എന്താണ്? 4G എന്ന് പറയാൻ മൈക്രോ പ്രൊസസർ ആണ്. 1 വരും അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഇതാണ് ആ ഒരു ഫോമിൽ പോകുന്ന പറഞ്ഞാൽ. ഓക്കെ, യെസ്. ഒന്നുമില്ല, വാക്വം ട്യൂബ് ഫസ്റ്റ് ജനറേഷൻ, ട്രാൻസിസ്റ്റർ സെക്കൻഡ് ജനറേഷൻ, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് തേർഡ്, ദെൻ ഫോർത്ത്, ഫിഫ്ത്ത് എന്താണ്? AI. അതൊന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പോൾ വാറ്റി-MI എന്ന് പഠിച്ചു വെച്ചേക്കാം. പെട്ടെന്ന് എടുക്കുക. വാറ്റി-MI, വാറ്റൊക്കെ അറിയത്തില്ല. ഓക്കെ, വാറ്റല്ല കേട്ടോ, വേറെ വാറ്റ് കേട്ടോ. ഇവിടെ വെക്കാം. വാറ്റി-MI, വാക്വം ട്യൂബ്. VA സ്റ്റാൻഡ്സ് ഫോർ വാക്വം ട്യൂബ്, T സ്റ്റാൻഡ്സ് ഫോർ ട്രാൻസിസ്റ്റർ, I സ്റ്റാൻഡ്സ് ഫോർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്, MA സ്റ്റാൻഡ്സ് ഫോർ മൈക്രോ പ്രൊസസർ, ദെൻ A സ്റ്റാൻഡ്സ് ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, അപ്പോൾ അത് 1G 2G പഠിച്ചത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം.
സ്റ്റേറ്റ് ഡിമോർഗൻ സീറം. ഡിമോർഗൻ സീറം എന്താ മക്കളെ? ഡിമോർഗൻ സീറം എന്താണ്? എന്തൊക്കെയാണ്? എ പ്ലസ് ബി ദ രണ്ട് സ്റ്റേറ്റ്മെന്റ് എ പ്ലസ് ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഇക്വൽ ടു എ കോംപ്ലിമെന്റ് ടു ബി കോംപ്ലിമെന്റ്. നെക്സ്റ്റ് എ ഡോട്ട് ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഇക്വൽ ടു എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം. എന്താണ് നെയിം ടു യൂണിവേഴ്സൽ ഗേറ്റ്സ്? യൂണിവേഴ്സൽ ഗേറ്റ്സ് ഒക്കെ മക്കളെ പറയടാ. നാൻഡ് എന്താണ്? നാൻഡ് നോർ. നാൻഡും നോറും അല്ലേ യൂണിവേഴ്സൽ ഗേറ്റ്സ് അല്ലേ? നാൻഡും നോറും ആണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം. 34 എന്ന് പറയുന്ന ഒക്ടൽ നമ്പർ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക? ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യാലോ. 34 ഒക്ടൽ നമ്പർ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം? ഒക്ടലോട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്ക് 10ാമത്തെ എ പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. 34 ഒക്ടൽ നമ്പറിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കാം. 34 ആകുമ്പം 830 ഒക്ടൽ ടു ഡെസിമൽ ആകുമ്പോൾ പഠിച്ചു വെച്ചേക്കുക. ഏതൊരു നമ്പറിനെ ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എവിടെ നിന്നാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ നമ്പറിന്റെ ബേസിന്റെ പവർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. വേറെ വരുന്നില്ല, അതിന്റെ ബേസിന്റെ പവർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ വെക്കാം 3 ഇൻറ്റു 8 പ്ലസ് 4 ഇൻറ്റു 8 8 വാല്യൂ എത്രയാണ്? 8 8 × 3 24 പ്ലസ് 4 ഇൻറ്റു 8 വാല്യൂ 1 ഇൻറ്റു 4 4. ദെൻ 24 4 28 ബേസ് 10 ആയിരിക്കും എന്ത്? 34 ബേസ് 8ന്റെ നമ്മുടെ ഡെസിമൽ ഈക്വലന്റ്. ക്ലിയർ? നെക്സ്റ്റ് എടുത്ത് നോക്കാം. അതിന്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? 234 ഡെസിമൽ നമ്പറിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക? നമുക്ക് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കാം. 234 ബേസ് 10നെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം? ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യല്ലേ? 234 ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണ് എല്ലാവരും? ഓക്കെ, 230 നമുക്ക് നോക്കാം. 234 ബൈനറി ഡെസിമൽ നമ്പർ ആണല്ലോ. അപ്പൊ എന്താണ്? ഈ ബേസ് 2 എന്നാണ് ഈ മെത്തേഡ് ആണല്ലോ. ഓക്കെ, അപ്പൊ 234 പകുതി എത്രയാണ്? 234 പകുതി എത്രയാണ് നോക്കാം. 234 പകുതി എത്രയാണ്? ഓക്കെ, 117. റിമൈൻഡർ 0. ഓക്കെ, ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യയാണ്, റിമൈൻഡർ 0 ആയിരിക്കും. വേറെ നോക്കേണ്ട കാര്യമില്ല കേട്ടോ. നെക്സ്റ്റ് 116 പകുതി 117 പകുതി എത്രയാണ്? 58. 58 റിമൈൻഡർ 1. ഓക്കെ, നെക്സ്റ്റ് 58 പകുതി എത്രയാണ്? 29 അല്ലേ? 29 റിമൈൻഡർ 0. നെക്സ്റ്റ് 29 പകുതി എത്രയാണ്? 28 പകുതി എത്രയാണ്? 14 അല്ലേ? 14. ഓക്കെ, 14 അല്ലേ? 14 റിമൈൻഡർ 1 വരും അല്ലേ? നെക്സ്റ്റ് 7 റിമൈൻഡർ 0 വരും. നെക്സ്റ്റ് 4 റിമൈൻഡർ 4 അല്ല 3 റിമൈൻഡർ 1 വരും. നെക്സ്റ്റ് 1 റിമൈൻഡർ 1 വരും അല്ലേ? 0 റിമൈൻഡർ 1 വരും. അപ്പം ആൻസർ എന്ത് വരിക്കും? താഴെ നിന്ന് മുകളിലോട്ട് എന്ത് വരിക്കും? നമ്മുടെ ഇതിൻ്റെ ബൈനറിക്കൽ എന്ത് വരും? താഴെ നിന്ന് മുകളിലോട്ട് എന്ത് വരും? 234 ബേസ് 2ന്റെ ഈക്വൽ എന്ത് വരും? 1 1 1 0 1 0 1 0 ബേസ് 2 ആയിരിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് എടുത്ത് നോക്കാം. റൈറ്റ് ദ നെയിംസ് ഓഫ് എനി 4 CPU രജിസ്റ്റേഴ്സ്. CPU രജിസ്റ്റേഴ്സ് നെയിംസുകളൊക്കെയാണ്. ഫസ്റ്റ് വൺ ഈസ് MAR അല്ലെ? MAR മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ദെൻ MBR മെമ്മറി ബഫർ രജിസ്റ്റർ. ദെൻ IR അഥവാ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഓക്കെ, പിന്നെ പറഞ്ഞോട്ട് അക്യുമുലേറ്റർ കേട്ടോ. ആദ്യം പറയേണ്ട അക്യുമുലേറ്റർ ആണ് കേട്ടോ. ഓക്കെ, അക്യുമുലേറ്റർ അല്ലേ? അക്യുമുലേറ്റർ. ഓക്കെ, നെക്സ്റ്റ് IR. ദെൻ ലാസ്റ്റ് വൺ ഈസ് PC അഥവാ പ്രോഗ്രാം കൗണ്ടർ. 5 എണ്ണം ഉണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് കമ്പയർ RAM ആൻഡ് ROM. റാം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. മക്കളെ ഈ ഒരു ഡിഫറൻഷിയേറ്റ് ആണെങ്കിൽ പഠിച്ചു വെച്ചേക്കുക. റോമിൻ്റെ ഇത്രയും ഫീച്ചേഴ്സ് പഠിച്ചു വെച്ചേക്കണം. കാരണം വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഡിഫറൻസ് ഫുൾ എഴുതിയായിരുന്നാണ് 2 മാർക്ക് കൊടുക്കാം. ഓക്കെ, ഈ ഡിഫറൻസ് ഫുൾ എഴുതിയെങ്കിൽ 2 മാർക്ക് കൊടുക്കാം. ക്ലിയർ? നെക്സ്റ്റ് എടുത്ത് നോക്കാം. ലിസ്റ്റ് 4 മേജർ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്തൊക്കെയാണ് 4 മേജർ ഫങ്ഷൻസ്? നമുക്ക് എന്തൊക്കെയാണ്? പ്രോസസ് മാനേജ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മെമ്മറി മാനേജ്മെന്റ്. തേർഡ് വൺ ഈസ് ഡിവൈസ് മാനേജ്മെന്റ്. ഫോർത്ത് വൺ ഈസ്
ഫയൽ മാനേജ്മെന്റ്. ക്ലിയർ? അപ്പൊ ഈ 4 മാനേജ്മെന്റ്: പ്രോസസ്സ്, മെമ്മറി, ഡിവൈസ്, ഫയൽ. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം. ഡിഫൈൻ ടൈം ഡീബഗിങ്. എന്താ ഡീബഗിങ് എന്ന് പറഞ്ഞാൽ എററിനെ ഡിറ്റക്ട് ചെയ്ത് കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്, അഥവാ ഡിറ്റക്ടിങ് ആൻഡ് കറക്റ്റ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പഠിച്ച ഡിറ്റക്ടിങ് ആൻഡ് കറക്റ്റിംഗ് ആൻഡ് എറർ ഈസ് കോൾഡ് ഡീബഗിങ്. അപ്പോൾ അതൊരു പോയിന്റ് എഴുതുക. പ്രോസസ് ഓഫ് ഡിറ്റക്ടിങ് ആൻഡ് കറക്റ്റിംഗ് എറർ ഈസ് കോൾഡ് ഡീബഗിങ്. അത് പറഞ്ഞാൽ എഴുതുക. എന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നതാണ്? റൈറ്റ് ദ നെയിംസ് ഓഫ് 2 phases ദാറ്റ് ഇൻക്ലൂഡ് ഇൻ ഡീബഗിങ്. മക്കളെ എന്തൊക്കെയാണ് 2 ഫേസ്? ഡീബഗിങ് 2 ഫേസ് ഒക്കെയാണ്. ആ കമ്പൈലേഷൻ ഇല്ലയോ? നമ്മുടെ ഈ പറഞ്ഞ ഡീബഗിങ് നടക്കുമ്പോൾ നമ്മൾ എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യുന്നില്ലയോ? അപ്പൊ ഡീബഗിങ്ങിന്റെ 2 ഫേസസ് ഏതൊക്കെയാണ്? കമ്പൈലേഷനും കേട്ടോ, കമ്പൈലേഷനും എക്സിക്യൂഷൻ ഉണ്ട്. കമ്പൈലേഷൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് അതിൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് എടുത്ത് നോക്കാം. എന്താണ്? റൈറ്റ് ഇൻ അൽഗോരിതം ടു ഫൈൻഡ് സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സിന്റെ സമ്മും ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഒരു അൽഗോരിതം ഫ്ലോ ചാർട്ട്. അൽഗോരിതം ചെയ്യല്ലേ? അൽഗോരിതം ചെയ്യാം. സ്റ്റെപ്പ് 1 എന്താണ്? സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 എന്താണ്? ഇൻപുട്ട് 3 വേരിയബിൾസ് കൊടുക്കുക. A, B, C കൊടുത്തു. സ്റ്റെപ്പ് 3 എന്താണ്? സം ഇസ് ഇക്വൽ ടു A പ്ലസ് B പ്ലസ് C. സ്റ്റെപ്പ് 4 എന്താണ്? ആവറേജ് ആണ്. ആവറേജ് ഇസ് ഇക്വൽസ് ടു X ഡിവൈഡഡ് ബൈ 3. സ്റ്റെപ്പ് 5 എന്താണ്? പ്രിന്റ് S, AVG. സ്റ്റെപ്പ് 6 സ്റ്റോപ്പ്. ഓക്കെ, നെക്സ്റ്റ് എടുക്കാം. വാട്ട് ഈസ് ആസ്കി? എന്താണ് ആസ്കി? അപ്പോൾ അതിടത്തേക്ക് പോയിന്റ്സ് വേണം. നമുക്ക് പോയിന്റ്സ് വേണമെന്ന് പറഞ്ഞാൽ ആസ്കി എന്ന് പറഞ്ഞാൽ ആസ്കിയുടെ പൂർണ്ണ രൂപം എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഓക്കെ, അപ്പോൾ എന്താണ് ആസ്കി എന്ന് പറയുന്നത്? ആസ്കി എന്ന് പറഞ്ഞാൽ ഒരു യൂണീക്ക് ഇൻറ്റിജർ വാല്യൂ ആണെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സ് അസൈൻ ചെയ്യും. എന്നിട്ട് അതിനെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യും. നമ്മുടെ മെഷീൻ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യും. ആസ്കി എത്ര ടൈപ്സ് ഉണ്ട്? ആസ്കി 7 ബിറ്റ് ഉണ്ട്, ആസ്കി 8 ബിറ്റ് ഉണ്ട്. ആസ്കി 7 ബിറ്റ് ആണെങ്കിൽ അത് ഇത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്? 128 ക്യാരക്ടേഴ്സും. ആസ്കി 8 ബിറ്റ് ആണെങ്കിൽ 256 ക്യാരക്ടേഴ്സ് എൻകോഡ് ചെയ്യാൻ കേട്ടോ. ആസ്കി 8 ആണെങ്കിൽ, ആസ്കി 7 ബിറ്റ് ആണെങ്കിൽ, ആസ്കി 7 ആണെങ്കിൽ 128 ക്യാരക്ടേഴ്സും. ആസ്കി 8 ബിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? 256 ക്യാരക്ടേഴ്സ് എൻകോഡ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലിസ്റ്റ് ഫേസസ് ഇൻ ആണ്. ഫേസസ് ഇൻ പ്രോഗ്രാം. ഫേസ് ഇൻ പ്രോഗ്രാം ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ്. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ പേര് മാത്രമാണ് കേട്ടോ. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് പ്രിപ്പയറിംഗ് algorithms and flow chart. Okay, flow chart. Then അടുത്ത നെക്സ്റ്റ് എന്താണ് പറയുന്നത്? then coding the program using കേട്ടോ. coding the program. നെക്സ്റ്റ് translation. then debugging. നെക്സ്റ്റ് എക്സിക്യൂഷൻ ആണ്. എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്. സെവൻത് വൺ ലാസ്റ്റ് വൺ ഈസ് ഡോക്യുമെന്റേഷൻ അല്ലേ? ഡോക്യുമെന്റേഷൻ. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നെക്സ്റ്റ് കമ്പയർ എനി 3 ഫീച്ചേഴ്സ് ഓഫ് 5 ജനറേഷൻ. നമ്മളെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ജനറേഷൻസ് ഉണ്ട്. ആ 3 ജനറേഷൻ്റെ ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ ആണെങ്കിൽ ENIAC കമ്പ്യൂട്ടർ ആണെങ്കിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മുടെ ആണെങ്കിൽ ഈ പറഞ്ഞ ENIAC ഉണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മുടെ എല്ലാ ആ ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ ആ ഫസ്റ്റ് ജനറേഷൻ്റെ 1Gയിലുള്ള ഫീച്ചേഴ്സ് ഏത് ഡിവൈസ് യൂസ് ചെയ്ത് ഏത് ടെക്നോളജിയാണ് യൂസ് ചെയ്ത് വാക്യൂം ട്യൂബാണ്. ഓക്കെ, സെക്കൻഡ് ജനറേഷൻ ആണെങ്കിൽ എന്തായിരിക്കും? ട്രാൻസിസ്റ്റർ ആണ്. തേർഡ് ജനറേഷൻ ആകുമ്പോൾ എന്താണ്? ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ട് ആണ്. ഓക്കെ, അപ്പം എന്താണ് നമുക്ക് ഓരോന്നിലെ ആണെങ്കിൽ ഒരു
നമുക്ക് എന്താണ് ഓരോ 3 ഫീച്ചേഴ്സ് വെച്ചിട്ടാണെങ്കിൽ കമ്പയർ ചെയ്യും. കാരണം ഇവിടെ സെക്കൻഡ് ജനറേഷൻ ആണെങ്കിൽ ആദ്യമായിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു. പിന്നെ തേർഡ് ജനറേഷൻ ആണെങ്കിൽ എന്താണ് നമുക്ക് ആദ്യമായിട്ട് കൊബോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത്. അപ്പോൾ എന്താണ് ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ അവിടെ ഉൾപ്പെടുത്തിയിട്ടാണെങ്കിൽ കമ്പയർ ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് വെക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ആസ്കി സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് യൂണിക്കോഡ്. അപ്പോൾ എന്താണ് ആസ്കി നേരത്തെ പറഞ്ഞ ഫുൾ ഫോം പറഞ്ഞായിരുന്നല്ലേ. ഫുൾ ഫോം എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ആസ്കി 7 ബിറ്റ് ഉണ്ട്, ആസ്കി 8 ബിറ്റ് ഉണ്ട്. ആസ്കി 7 ബിറ്റ് ആണെങ്കിൽ 128 ക്യാരക്ടേഴ്സും ആസ്കി 8 ബിറ്റ് ആണെങ്കിൽ എന്തുമായിരിക്കും 128 ക്യാരക്ടേഴ്സും. ഓക്കെ, പിന്നെയാണെങ്കിൽ എന്താ പറയുക, പിന്നെ എന്ത് പറഞ്ഞായിരുന്നു? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് എന്തായിരുന്നു? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞതാണ്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നമ്പറിന്റെ സൈനും മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ത്? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. സോ ഒരു നമ്പറിന്റെ സൈനും മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ത്? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു സൈൻഡ് നമ്പേഴ്സ് പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ റൈറ്റ് ചെയ്ത് ചെയ്യട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം. യൂണിക്കോഡ് എന്താണ്? നമ്മുടെ യൂണിവേഴ്സൽ ലാംഗ്വേജിനെ എല്ലാം എൻകോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്കീമാണെന്ത്? ഈ യൂണിക്കോഡ് എന്ന് പറഞ്ഞാൽ. യൂണിക്കോഡ് എന്താണ്? എത്ര ക്യാരക്ടേഴ്സ് എൻകോഡ് ചെയ്യാറുണ്ട്? 65,536 ക്യാരക്ടേഴ്സ് എൻകോഡ് ചെയ്യാറുണ്ട്. ഇത് എത്ര ബിറ്റാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 16 ബിറ്റിൽ അല്ലേ? 16 ബിറ്റിൽ 2 ഫീച്ചേഴ്സ് മതി. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം. fill in the blanks. Base 10 is equal to 1101 അഥവാ ബൈനറിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക? ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യുക. എന്താണ്? 11001 അല്ലേ? 11001 അല്ലേ? അപ്പോൾ 11001നെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം? ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യാം. 2 2 1 2 2 2 3 2 4 ഇവിടെ വെക്കാം. 1 × 2 സ്ക്വയർ 1 × 2 4 പ്ലസ് 1 × 2 ക്യൂബ് പ്ലസ് 0 × 2 സ്ക്വയർ പ്ലസ് 0 × 2 പ്ലസ് 1 × 2 4ന്റെ വാല്യൂ എത്രയാണ്? 16 ആണ്. 16 × 1 16 തന്നെയാണ്. പ്ലസ് 2 വാല്യൂ 8 ആണ്. 8 × 1 8 ആയിരിക്കും. ദെൻ ബാക്കിയെല്ലാം 0 ആയി. ഇവിടെ എന്താണ്? ഒരു 1 വരും അല്ലേ? അപ്പോൾ 16 വെട്ടും 24 24 1 25 വരും അല്ലേ? 25 ബേസ് 10 വരും. ഓക്കെ, നെക്സ്റ്റ് 0.625 എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം? നമുക്ക് ബേസ് 2 കൺവേർട്ട് ചെയ്യാം. 0.625 അല്ല, 0.625 ബേസ് 2 കൺവേർട്ട് ചെയ്യാം. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. 0.625 × 2 കൊടുക്കുക അല്ലേ? അപ്പോൾ 5 × 2 എത്രയാണ്? 10 വരും അല്ലേ? 2 × 2 4 പ്ലസ് 1 5 വരും. ഓക്കെ, 6 × 2 എത്രയാണ്? 12 വരും. 12 വരുമ്പോൾ 2 ഇവിടെ ഒരു 1 എന്താണ്? ഇവിടെ ലെഫ്റ്റിൽ വരും. ലെഫ്റ്റിൽ വരുന്ന 1 എടുത്ത് റൈറ്റിൽ എഴുതുക. അതങ്ങ് റിമൂവ് ആക്കുക. അതിനെടുത്ത് റിമൂവ് ആക്കിയിട്ട് നമുക്ക് ആൻസർ റൈറ്റ് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും? 0.250. ഓക്കെ, 0.250 വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 0 0 2 × 5 10 റിമൈൻഡർ 1 2 × 2 4 പ്ലസ് 1 5 വരും അല്ലേ? ഓക്കെ, ഇങ്ങോട്ടൊന്നും വന്നില്ല. ലെഫ്റ്റിലോട്ട് 0 മാത്രമേ ഉള്ളൂ. സോ ഒന്നാണ് 0 എടുത്ത് ഇവിടെ എഴുതുക. നെക്സ്റ്റ് വീണ്ടും മൾട്ടിപ്ലൈ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 0 വരുന്നതാണ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 0 0 2 × 0 0 2 × 5 10 റിമൈൻഡർ 1 ഇവിടെ വരും അല്ലേ? അപ്പോൾ ആൻസർ എന്ത് വരും? ഈ 1 എടുത്ത് ഇവിടെ റിമൂവ് ചെയ്ത് ഇവിടെ എഴുതും അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ആൻസർ എന്ത് വരും? 0.00 ആയിരിക്കും. ഇവിടെ 1 റിമൂവ് ചെയ്ത് വരുമ്പോൾ സോ എന്ത് ചെയ്യും? നമ്മുടെ ആൻസർ എന്തുമായിരിക്കും? മുകളിൽ നിന്ന് താഴോട്ട് എന്തുമായിരിക്കും? 0.101 ബേസ് 2 എന്നാണ്. 0.101 ബേസ് 2 വരും. ക്ലിയർ? 0.101 ബേസ് 2 വരും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നെക്സ്റ്റ് AB എന്നാണ്. AB ബേസ് 16 എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക? ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. AB ബേസ് 16 അല്ലേ? AB ബേസ് 16 ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, AB ആകുമ്പോൾ 8421 നോക്കാം. AB A ആകുമ്പോൾ 10 അല്ലേ? 10 ആകുമ്പോഴത്തേക്ക് 1010 അല്ലേ? 1010. B ആകുമ്പോൾ എന്തുമായിരിക്കും? 8ഉം 2ഉം 10 10 1 അപ്പോൾ 1011 വരും അല്ലേ? അപ്പോൾ ഇതായിരിക്കും എന്ത്? ABയുടെ ബൈനറി. ക്ലിയർ? നെക്സ്റ്റ് അടുത്ത ഡ്രോ ലോജിക്കൽ സർക്യൂട്ട് ഓഫ് ദി ഫോളോയിങ് എക്സ്പ്രഷൻ A + BC. ഓക്കെ, A + BC പ്ലസ് AB കോംപ്ലിമെന്റ് ഇല്ലേ? ഇവിടെ നമുക്ക് നോക്കാം. നമുക്ക് ചെയ്ത് നോക്കാം. A + BC അല്ലേ? A + BC പ്ലസ് AB അല്ലേ? AB കോംപ്ലിമെന്റ് അല്ലേ? AB കോംപ്ലിമെന്റ് അല്ലേ? AB കോംപ്ലിമെന്റ് അല്ലേ? യെസ്.
അപ്പോൾ ആദ്യം വരയ്ക്കാം, എ വരയ്ക്കാം, എ ഇൻപുട്ട് കൊടുത്തു. സാർ എന്താണ് ആദ്യം എ ഇൻപുട്ട് കൊടുത്തു. ഓക്കെ, ദെൻ ബി സി അല്ല, ബി സി ആണ് ചെയ്യേണ്ടത്, ബി സി കോംപ്ലിമെൻ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പം ബി സാർ എന്താണ് ഇൻപുട്ട് കൊടുത്തു, എന്താണ് ബി സാറ് ഇൻപുട്ട് കൊടുത്തു അല്ലേ. അപ്പോൾ എ ഇൻപുട്ട് കൊടുത്തു, ബി ഇൻപുട്ട് കൊടുത്തു. ഓക്കെ, ദെൻ സി എന്നാണ്, സിയും ഇൻപുട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ബി സി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്താണ് ബി സി ദ, അപ്പം ബിയും സി ഇൻപുട്ട് കൊടുത്തു. ബി സി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അഥവാ ബി ഡോട്ട് സി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്താണ് നാൻഡ് ഗേറ്റ് ഇല്ല. അപ്പോൾ എന്ത് വരയ്ക്കും, നാൻഡ് ഗേറ്റ് വരച്ചാൽ പോരെ. അപ്പോൾ എന്താവും ഇത്, ബി സി ദ ഹോൾ കോംപ്ലിമെൻ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്താണ്, ഇതെന്താണ് നമ്മുടെ ഈ പറഞ്ഞ ഇതെന്താണ് നമ്മുടെ ഈ പറഞ്ഞ ബി സി കോംപ്ലിമെൻറ്റും എയും കിട്ടി. അപ്പോൾ ഇത് ഏത് ഗേറ്റിലോട്ട് ഘടിപ്പിക്കുക, നമുക്ക് നടുക്കിടക്കുന്ന പ്ലസ് അല്ലേ, പ്ലസ് ആകുമ്പോൾ ഏത് ഗേറ്റാണ്, ഓർ ഗേറ്റില്ല, ഓർ ഗേറ്റ് ആകുമ്പോഴാണ് ഇങ്ങനെ വരയ്ക്കുക അല്ലേ. അപ്പോൾ എന്ത് കിട്ടി, എ പ്ലസ് ബി സി കോംപ്ലിമെൻ്റ് കിട്ടി. നെക്സ്റ്റ് അടുത്ത എ ബി കോംപ്ലിമെൻ്റ് ഇല്ല. അപ്പോൾ എ ഇവിടുന്ന് കണക്ഷൻ എടുത്തു. ഓക്കെ, ബി ഇവിടുന്ന് കണക്ഷൻ എടുത്തു. ഓക്കെ, ദെൻ ഇത് രണ്ടും കൂടെ എടുത്തിട്ടാണ് എന്ത് ചെയ്തു, ഇതിനെ എങ്ങോട്ട് വിട്ടു, എ ബി എന്നാണ് എ ബി കോംപ്ലിമെൻ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതും കിട്ടി, എ പ്ലസ് ആണ്, ഇതും കിട്ടി, എ പ്ലസ് ബി സി കോംപ്ലിമെൻ്റ് കിട്ടി, ദെൻ എ ബി കോംപ്ലിമെൻ്റ് കിട്ടി. അപ്പോൾ നടുക്കിടക്കുന്ന ഓപ്പറേറ്റർ എന്താണ്, പ്ലസ് ആകുമ്പോൾ ഏത് ഗേറ്റ് ആണ്, ഓർ ഗേറ്റ് അല്ലേ, ഓർ ഗേറ്റ്. അപ്പോൾ എന്തായിരിക്കും, നടുക്കിടക്കുന്നതാണ് എ പ്ലസ് ബി സി കോംപ്ലിമെൻ്റ് പ്ലസ് എ ബി കോംപ്ലിമെൻ്റ്. ക്ലിയർ? അടുത്തോട്ട് റിസൾട്ട് ചെയ്യാം. ഓക്കെ, ഇത് ലോജിക്കൽ സർക്യൂട്ട് ഡയഗ്രമൊക്കെ വരയ്ക്കാൻ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, ചോദിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് എടുക്കാം, എക്സ്പ്ലെയിൻ ഇൻ 3 ടൈപ്സ് ഓഫ് ലാംഗ്വേജ് പ്രോസസ്. ലാംഗ്വേജ് പ്രോസസ് ഒക്കെയാണ് മക്കളെ, കമ്പൈലർ ഇന്റർപ്രറ്റർ, അസംബ്ലർ. ഇതൊരു 3 മാർക്കിൻ്റെ സ്ഥിരം ക്വസ്റ്റ്യൻ കേട്ടോ. കാരണം സ്ഥിരം ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ത്, കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അസംബ്ലർ എന്താണ്, എന്താണ് അസംബ്ലർ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ അസംബ്ലി ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത്, അസംബ്ലർ അല്ലേ. നെക്സ്റ്റ് കമ്പൈലർ കമ്പൈലർ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഒരു സിംഗിൾ റണ്ണിലാണെങ്കിൽ ഹോൾ പ്രോഗ്രാം ഫുള്ളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്താണ് ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത്, ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യുകയാണ്. അതെന്തായിരിക്കും, ലൈൻ ബൈ ലൈൻ ആയിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കുക. കമ്പൈലർ ഹോൾ പ്രോഗ്രാം സിംഗിൾ റണ്ണിലാണെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും, പക്ഷേ ഇന്റർപ്രറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും, ലൈൻ ബൈ ലൈൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, എക്സ്പ്ലെയിൻ ഇൻ 3 ടൈപ്സ് ഓഫ് റോമുകളൊക്കെയാണ് മക്കളെ. എന്താണ് പ്രോം ഉണ്ട്, ഇ പ്രോം ഉണ്ട്, ഡബിൾ ഇ പ്രോം. അപ്പോൾ ഇതിലേതെങ്കിലും 3 റോംസുകളാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. ഓക്കെ, പ്രോഗ്രാമിൽ റീഡബിൾ മെമ്മറി, എറേസബിൾ പ്രോഗ്രാമിൽ റീഡബിൾ മെമ്മറി, ഇലക്ട്രിക്കലി എറേസബിൾ പ്രോഗ്രാം റീഡബിൾ മെമ്മറി. അപ്പോൾ ഇത് 3 ഏതെങ്കിലും 3 ഇത് 3 എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. എക്സ്പ്ലനേഷൻ ആൻഡ് യൂസ് എന്നാണ്. ഇപ്പോൾ പ്രോഗ്രാം റീഡബിൾ മെമ്മറി ആണെങ്കിൽ ഒരു പ്രാവശ്യമേ പ്രോഗ്രാം ചെയ്യാനും പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും എറേസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇതാണെന്ത് ഈ പറഞ്ഞ ആ ഒരു ഫീച്ചേഴ്സ് റൈറ്റ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് എന്താണ്, എക്സ്പ്ലെയിൻ ഇനി 3 ഇ വേസ്റ്റ് ഡിസ്പോസബിലിറ്റീസ്. ഇതൊക്കെയാണ് ഇ വേസ്റ്റ് ഡിസ്പോസബിലിറ്റീസ്, ലാൻഡ് ഫില്ലിങ്, ഇൻസിനറേഷൻ, അതിന് റീസൈക്ലിംഗ് ഓഫ് ഇ വേസ്റ്റ് ഇല്ലേ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു 3 ഏതെങ്കിലും ഒരു 3 ആണെങ്കിൽ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ. ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് ആണെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കുന്നതാണ് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് കേട്ടോ. അപ്പോൾ ആ റോം എന്ന് പറഞ്ഞാൽ ഇത്രയും ഫീച്ചേഴ്സ് കേട്ടോ. ഈ ഒരു ഫീച്ചർ പ്രോം എന്താണ്, ഇ പ്രോം എന്താണ്, ആ ഓരോ പോയിന്റ് മാത്രം മതി, വേറെ അതിൽ കൂടുതൽ പോയിന്റ്സ് വേണ്ട. ടൈപ്സ് ഓഫ് റോമിൻ്റെ ആ പോയിന്റ്സ് മാത്രം മതി. നെക്സ്റ്റ് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡൊക്കെയാണ്. റീയൂസ് ഉണ്ട്, ഇൻസിനറേഷൻ ഉണ്ട്, ദെൻ പിന്നെ റീസൈക്ലിംഗ്, ഇ വേസ്റ്റ് ലാൻഡ് ഫില്ലിംഗ്. ഇതാണ് ഇ വേസ്റ്റ് റീയൂസ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് യൂസിന് കൊടുക്കാം. ഓക്കെ, നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇൻസിനറേഷൻ എന്താണ്, നമുക്കാണെങ്കിൽ ആവശ്യമില്ലെങ്കിൽ കത്തിച്ച് കളയാൻ, നല്ലൊരു ചൂടിൽ കത്തിച്ച് കളയാൻ പറ്റും. നെക്സ്റ്റ് അടുത്ത് എന്താണ് റീസൈക്ലിംഗ് ഇ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പഴയ പ്രൊഡക്റ്റിൽ നിന്ന് പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. നെക്സ്റ്റ് ലാൻഡ് ഫില്ലിംഗ് എന്താണ്, നമുക്കാണെങ്കിൽ ഡംപ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ഫോളോയിങ് സിമ്പിൾസ് ഇൻ ഫ്ലോ ചാർട്ട്. മക്കളെ ഫ്ലോ ചാർട്ടിൻ്റെ ഉള്ള സിമ്പിൾസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതെന്താ മക്കളെ,
ഇതെന്താണ് റെക്റ്റാങ്കിൾ അല്ലേ? റെക്റ്റാങ്കിൾ എന്താണ്? റെക്റ്റാങ്കിൾ എന്ന് പറയുന്നതാണ് നമുക്ക് അസൈവ് എന്നാണ്. പ്രോസസ് സ്റ്റെപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലേ? പ്രോസസ് സ്റ്റെപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നു. പാരലോഗ്രാം എന്നാണ്. പാരലോഗ്രാം എന്തിനാണ് മക്കളെ? പാരലോഗ്രാം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് റോംബസ് ഇല്ലേ? റോംബസ് ഇതെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഡിസിഷന് വേണ്ടി യൂസ് ചെയ്യുന്നു അല്ലേ? നെക്സ്റ്റ് ഡിഫൈൻ the different types of errors that encode during a compilation running the program. ഏതൊക്കെയാണ്? സിൻടാക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം എറർ. എന്തൊക്കെയാണ് മക്കളെ? എന്താണ് സിൻടാക്സ് എറർ എന്ന് പറഞ്ഞാൽ? പ്രോഗ്രാംസ് ആൻഡ് റൂൾസ് എന്നാണ്. പ്രോഗ്രാംസ് ആൻഡ് റൂൾസ് അല്ലെങ്കിൽ സിൻടാക്സ് ഫോളോ ചെയ്യാതെ വരുമ്പോൾ എറേഴ്സ് എന്ത്? സിൻടാക്സ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ലോജിക്കൽ എറർ എന്നാണ്. ലോജിക്കൽ എറർ എന്ന് പറഞ്ഞാൽ ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് പ്രോഗ്രാം ലോജിക്. ഓക്കെ, ഇപ്പൊ സിൻടാക്സ് ഉണ്ട്, സിൻടാക്സ് എറർ, ലോജിക്കൽ എറർ അല്ലെ? ലോജിക്കൽ എറർ, റൺ ടൈം എറർ. അപ്പം ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് പ്രോഗ്രാം ലോജിക് ആണെന്ത്? ലോജിക്കൽ എറർ. എന്താണ് റൺ ടൈം എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? റൺ ടൈം എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ റൺ ടൈമിലാണെങ്കിൽ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ വരുന്ന എറേഴ്സ് എന്ത്? റൺ ടൈം എറർ കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റൺ ടൈം എറർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ C=A/B എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പറയുകയാണ്. അവിടെ സാർ എന്ത് കൊടുത്തു? എയ്ക്ക് ആണെങ്കിൽ 5 കൊടുത്തു, ബിക്ക് എന്ത് കൊടുത്തു? 0 കൊടുത്തെങ്കിൽ അവിടെ എന്ത് വരും? റൺ ടൈം വരും. കാര്യം എന്താണ്? 5/0 എന്ത് വരും? ഇൻഫിനിറ്റ് ആയിരിക്കും അല്ലേ? കാരണം ഒരിക്കലും ഔട്ട്പുട്ട് കിട്ടത്തില്ല. സോ അതിനെന്ത് വിളിക്കാം? നമുക്ക് റൺ ടൈം എറർ എന്ന് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് കൺസിഡർ ദി ഫോളോയിങ് അൽഗോരിതം ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, predict the output of the above algorithm. മക്കളെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇവിടെ എന്നിൻ്റെ വാല്യൂ 2 തുടങ്ങുന്നു, എന്നിൻ്റെ വാല്യൂ 10 അവസാനിക്കുന്നു. ഇൻക്രിമെൻ്റ് എങ്ങനെയാണ് മക്കളെ? 2 വെച്ച് കൂടുന്നത്. അപ്പോൾ അതിൻ്റെ സം ആയിരിക്കത്തില്ലയോ? അപ്പോൾ എന്നെ ആയിരിക്കും 2 + 4 + 6 + 8 + 10. അപ്പോൾ 2 4 6 6 6 12 12 8 20 20 10 30. അപ്പോൾ 30 ആയിരിക്കും എന്ത്? ഇതിൻ്റെ ഔട്ട്പുട്ട്. ഈവൻ നമ്പേഴ്സിൻ്റെ അല്ലേ? ഈവൻ നമ്പേഴ്സിൻ്റെ സം അല്ലേ? അപ്പോൾ ഇതായിരിക്കും 30 ആയിരിക്കും ഇവിടുത്തെ സം. അപ്പോൾ ഇവിടെ സം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്, 2 വെച്ച് കൂടി പോകുന്നുണ്ട്. അപ്പോൾ എന്ത് മനസ്സിലാക്കുക? അവിടെ ഇവൻ നമ്പേഴ്സിൻ്റെ സം ആണെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ 2 സ്റ്റാർട്ട് ചെയ്യുന്നു മനസ്സിലായി, 10 അവസാനിക്കുന്നു. ഓക്കെ, ക്ലിയർ? അങ്ങനെയൊക്കെ വർക്കിംഗ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് ജസ്റ്റ് നോക്കുക. നെക്സ്റ്റ് ഡ്രോ ഫ്ലോ ചാർട്ട് ഓഫ് എബോവ് അൽഗോരിതം. മക്കളെ ഈ ഒരു അൽഗോരിതത്തിൻ്റെ ഫ്ലോ ചാർട്ട് കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ വരയ്ക്കാം, അതാണ് പെട്ടെന്ന് വരയ്ക്കാം കേട്ടോ. ഓക്കെ, അല്ല ഇവിടെ വേണ്ട, ഇവിടെ വരയ്ക്കണ്ട. സ്റ്റെപ്പ് 1 എന്താണ് മക്കളെ? സ്റ്റെപ്പ് 1 എന്താണ്? സ്റ്റാർട്ടില്ലേ? സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 എന്താ മക്കളെ? n = 2, സം = 0. സ്റ്റെപ്പ് 3 എന്താണ് മക്കളെ? സ്റ്റെപ്പ് 3 എന്താണ്? ഡിസിഷൻ അല്ലേ? ഡിസിഷൻ എന്തായിരിക്കും? ഡിസിഷൻ ഈസ് n <= ഇത്രയും മതി, n <= 10. ഓക്കെ, ദെൻ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്തുമായിരിക്കും? കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ s = എന്താണ്? s = s + n അല്ലേ? s = s + n. s = s + n ഉം n = n + 2 ഇല്ലേ? n + 2 ഉണ്ട്. രണ്ടും വർക്ക് ചെയ്യുമല്ലോ. എന്താണ് പറഞ്ഞേക്കുന്നത് ഇവിടെ? നമ്മുടെ അൽഗോരിതത്തിൽ പറഞ്ഞേ പോകണ്ട. എന്താണ് നമുക്ക് ഈ പറഞ്ഞ n > 10 ആണെങ്കിൽ എന്തായിരിക്കും? s = s + n ഉം n = n + 2 വർക്ക് ചെയ്യും അല്ലേ? ഓക്കെ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലോ? കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്തായിരിക്കും? പ്രിന്റ് s കേട്ടോ. s ആയിരുന്നു ഇവിടെ. s = 0. ഓക്കെ, പ്രിന്റ് s then stop. ഓക്കെ, കണ്ടീഷൻ ആണ്. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലോ? കണ്ടീഷൻ ഫോൾസ് ആണ് എന്തായിരിക്കും? കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമ്മൾ എഴുതിയല്ലോ. ഓക്കെ, അതല്ല, ഇവിടുന്ന് എങ്ങോട്ട് വരും? ഇവിടുന്ന് എങ്ങോട്ട് വീണ്ടും വരും? നമ്മുടെ n = n + 2 ബോഡി ഓഫ് ദി ലൂപ്പിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് വരും, വീണ്ടും ഇങ്ങോട്ട് വരും, വീണ്ടും നമ്മുടെ കണ്ടീഷനിലോട്ട് വരും അല്ലേ? കണ്ടീഷനിലോട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് 2 എഴുതി വെച്ച് അവിടെ 3 മാർക്ക് കൊടുക്കാം. ഓക്കെ, ഇതിന് 1 മാർക്ക്, എയ്ക്ക് 1 മാർക്ക്, ബിക്ക് ആണെങ്കിൽ 2 മാർക്ക്. ഏതെറ്റ് കഴിഞ്ഞാൽ അവിടെ 2 മാർക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ, നിങ്ങളെല്ലാവരും ആൻസർ റൈറ്റ് ചെയ്യണ്ട, അതിൻ്റെ മാർക്ക് ഇടണം കേട്ടോ.
നെക്സ്റ്റ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ? ഓക്കെ ആണോ? ഇതെല്ലാവരും ഓക്കെ ആണ് നോക്കണത് സംഭവം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സ്പ്ലെയിൻ അഡ്വാൻറ്റേജ് ഓഫ് എനി 3 ഫ്ലോ ചാർട്ട്സ്. ഫ്ലോ ചാർട്ടിൻ്റെ 28ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, ഞാനിത് ആഡ് ചെയ്യാൻ വിട്ടുപോയാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അഡ്വാൻറ്റേജ് ഓഫ് ഫ്ലോ ചാർട്ട്. അല്ലേ, അഡ്വാൻറ്റേജ് ഓഫ് ഫ്ലോ ചാർട്ട്, ആ പേര് മാത്രം കേട്ടോ, അഡ്വാൻറ്റേജ് ഓഫ് ഫ്ലോ ചാർട്ട് എന്നാണ്. ഫ്ലോ ചാർട്ട് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് സിന്തസിസ്, എഫക്റ്റീവ് അനാലിസിസ് അല്ലയോ. അപ്പം ആ ഒരു 3 അഡ്വാൻറ്റേജ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടോ. അഡ്വാൻറ്റേജ് ഓഫ് ഫ്ലോ ചാർട്ട് 3 അഡ്വാൻറ്റേജ്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, പെട്ടെന്നാണെങ്കിൽ അതിൻ്റെ ലോജിക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് സിന്തസിസ്, എഫക്റ്റീവ് അനാലിസിസ്. അപ്പോൾ അതിൻ്റെ ആ പോയിന്റും ദെൻ പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒരു മാർക്കിന് ഒരു പോയിന്റ് മാത്രം മതി, ഒന്നിൽ കൂടുതൽ പോയിന്റ്സും വേണ്ട, അവിടെ എഴുതി വെക്കാം. ക്ലിയർ? നെക്സ്റ്റ് എടുത്ത് നോക്കാം. റെപ്രസെൻറ്റ് -25 ഇൻ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, 1's കോംപ്ലിമെൻറ്റ്, 2's കോംപ്ലിമെൻറ്റ് അല്ലേ. ഇവിടെ നമുക്ക് നോക്കാം. ഓക്കെ, -25 സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റ് ചെയ്യാം. ആദ്യം -25ൻ്റെ എന്താണ്, 25 എന്താണ്, ബൈനറി ആണ് അല്ലേ. ദെൻ 25 എന്താണ്, 12 റിമൈൻഡർ 1 ആയിരിക്കും, 6 റിമൈൻഡർ 0, 3 റിമൈൻഡർ 0, 1 റിമൈൻഡർ 1, 0 റിമൈൻഡർ 1. അപ്പോൾ എന്തുമായിരിക്കും ഇതിൽ ബൈനറി എന്ത് വരും? എ പാർട്ട് നോക്കാം. ബൈനറി എന്ത് വരും? 1 1 0 0 1 ബേസ് 2. ഇതിൻ്റെ 7, ഇതിന് എത്ര ബിറ്റാണ്? 7 ബിറ്റ് എത്രയാക്കാം? 1 1 0 0 1 ആണെന്ത് 5 ബിറ്റ്. അപ്പോൾ 2 ബിറ്റ് ഇവിടെ ആക്കുന്നതാണ് 7 ബിറ്റ് അല്ലേ. എന്നിട്ട് ഇതിൻ്റെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് എന്തുമായിരിക്കും? ഇതാണ് 7 ബിറ്റ്, ഇതാണ് 7 ബിറ്റ് അല്ലേ. ഇതിൻ്റെ 8ാമത്തെ നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്, 1 ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം അല്ലേ. നെക്സ്റ്റ് ഈ പറഞ്ഞ വൺസ് എന്താണ്, 1's കോംപ്ലിമെന്റ് എന്താണ്, ബൈനറി എന്താണ്, ബൈനറി 1 1 0 0 1 തന്നെയാണ്. ഇതിന് എത്ര ബിറ്റ് ആക്കണം? 8 ബിറ്റ് ആക്കുക. 8 ബിറ്റ് ആക്കുമ്പോൾ എന്തുമായിരിക്കും? 1 1 0 0 1 8 ബിറ്റ് ആക്കാം, 3 0 ആഡ് ചെയ്യുക. ഇതിന് 1's കോംപ്ലിമെന്റ് എന്താണ്, 1's കോംപ്ലിമെന്റ് 111 00 110. ഓക്കെ, നെക്സ്റ്റ് അടുത്ത 2's കോംപ്ലിമെന്റ് നമുക്ക് നോക്കാം. 8 ബിറ്റ് നോക്കാം. 8 ബിറ്റ് എന്താണ്, 000 11 001 അല്ലേ. ദെൻ അതിൻ്റെ വൺസ് എന്താണ്, 1's കോംപ്ലിമെന്റ് എന്താണ്, 1's കോംപ്ലിമെന്റ് എന്താണെങ്കിൽ 1 1 1 0 0 1 1 0. ഇതാണ് 2's എന്ന് പറഞ്ഞാൽ. ഈ വൺസിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. ഓക്കെ, ദെൻ 1 ആഡ് ചെയ്യുക, 0 0 0 1 1. ഓക്കെ, ക്ലിയർ ആയ? നെക്സ്റ്റ് എക്സ്പ്ലെയിൻ എനി 3 ഫീച്ചേഴ്സ് ഓഫ് 5 ഇൻപുട്ട് ഡിവൈസ്. മക്കളെ 5 ഇൻപുട്ട് ഡിവൈസ് ഒക്കെയാണ്. നമുക്ക് ഏതൊക്കെ ഇൻപുട്ട് ഡിവൈസ് ഒക്കെ ഉണ്ട്? നമുക്ക് മൗസ് ഉണ്ട്, കീബോർഡ് ഉണ്ട്, പിന്നെയാണെങ്കിൽ ജോയിസ്റ്റിക് ഉണ്ട്, ലൈറ്റ് പെൻ ഉണ്ട്, കീബോർഡ് എന്താണ് ടച്ച് സ്ക്രീൻ, ടച്ച് പാടുണ്ട്. അപ്പോൾ ഏതെങ്കിലും 5 ഇൻപുട്ട് ഡിവൈസിൻ്റെ ആണെങ്കിൽ ഒരു പോയിന്റ് വീതമാണ്, ഒരു പോയിന്റ് വീതം മതി. അപ്പം ഒന്നല്ല 2 പോയിന്റ് വീതം എന്നാണ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 2 മാർക്ക് കൂടെ. എന്താണ് പോയിന്റ്? 2 പോയിന്റ് എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇൻപുട്ട് ഡിവൈസ് വിത്ത് കീ ഇങ്ങനെയാണോ, ഡിവൈസ് വിത്ത് 2 പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ആൻ അൽഗോരിതം ടു ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് സം ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 100. മക്കളെ റൈറ്റ് ആൻ അൽഗോരിതം കണ്ടുപിടിക്കണം, ഫ്ലോ ചാർട്ട് എഴുതണം. അപ്പോൾ ഇവിടെ നോക്കാം. സ്റ്റെപ്പ് 1 എന്താണ്? സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 എന്താണ്? ഇൻപുട്ട് ഇല്ല n എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണല്ലേ. നമുക്ക് 100 വരുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്, n = 1, ദെൻ s = 0. ദെൻ സ്റ്റെപ്പ് 3 പറയുകയാണ് റിപ്പീറ്റ് സ്റ്റെപ്പ് 4 and 5 വൈൽ n <= 100 വരെ അല്ലേ. അപ്പോൾ എന്താണ് സ്റ്റെപ്പ് 4 എന്താണ്? s = s + n.
സ്റ്റെപ്പ് 5 എന്താണ്? n=n+1. സ്റ്റെപ്പ് 6 എന്താണ്? പ്രിന്റ് എസ്. then go to സ്റ്റെപ്പ് 3. ഓക്കെ, സ്റ്റെപ്പ് 7 എന്താണ്? സ്റ്റോപ്പ്. ഓക്കെ, ഇത് അൽഗോരിതമാണ്. ഇതിൻ്റെ ഫ്ലോ ചാർട്ട് എങ്ങനെ വരയ്ക്കാം നമുക്ക്? ഫ്ലോ ചാർട്ട് സ്റ്റെപ്പ് 1 എന്താണ്? സ്റ്റാർട്ട് അല്ലേ. സ്റ്റെപ്പ് 2 എന്താണ്? n=1, s=0. നെക്സ്റ്റ് റോംബസ് കൊടുക്കാം. ഈസ് n<=100? ക്വസ്റ്റ്യൻ മാർക്ക്. കണ്ടീഷനാണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്തുമായിരിക്കും? കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്തൊക്കെ വർക്ക് ചെയ്യും? s=s+n, s=s+n, n=n+1 വർക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് എങ്ങോട്ട് പോകും? തിരിച്ചെങ്ങോട്ട് വരും? തിരിച്ച് വീണ്ടും കണ്ടീഷൻ ഇട്ട് വരും അല്ലേ. ഓക്കെ, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്തുമായിരിക്കും? കണ്ടീഷൻ ഫോൾസ് ആണ് എന്തുമായിരിക്കും? പ്രിന്റ് എസ്, then സ്റ്റോപ്പ്. ക്ലിയർ? ഓക്കെ, ഇത് അത്രയാണ് മക്കളെ. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ഇത്രയും ആൻസർ എന്ന് പറഞ്ഞാൽ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും കമൻറ്റ് ബോക്സ് ചോദിക്കാം. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എല്ലാവരും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പലരും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. കാരണം എക്സാമിനെ കുറിച്ചും അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യുക? നിങ്ങളെല്ലാവരും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അറിയിക്കുക. നമ്മുടെ ആണെങ്കിൽ ഓണം ഓഫറായിട്ട് എന്ത് ചെയ്യുക? എല്ലാവർക്കും എന്താണ് 20% ഓഫറുണ്ട് എല്ലാ കോഴ്സിനും. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ, സീ യു, ബൈ.